ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഓൾറെഡി ട്രേഡ് എടുത്തിട്ടുള്ള 5 സ്റ്റോക്കുകളെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ചും ഞാൻ പറയുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിയർലി ഈ ഒരു 5 സ്റ്റോക്കുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 63 മൂൺസ്, അതുപോലെ തന്നെ ആശാപൂർമീൻ, ഏഷ്യാനെറ്റ്, SW സോളാർ, വെബ്ലെ സോളാർ. ഇത്തരം 5 സ്റ്റോക്കുകളാണ് എടുത്തിട്ടുള്ളത്. ഇത് എന്തുകൊണ്ടാണ് എടുത്തതെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഞാനിതിൽ ഓരോ റിട്ടേൺസ് ഞാൻ കാണിച്ചുതരാം. ഇവിടെ നെറ്റ് റിട്ടേൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 21% നമുക്ക് ഇതിൽ നിന്ന് റിട്ടേൺസ് കിട്ടുന്നുണ്ട്. 63 മൂൺസ് എന്ന് 21%, അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ളത് 11%, പിന്നെ 9%, നിയർലി 10% ആണത്. ഇത് 12% ആണ് കേട്ടോ. പിന്നെ 12% SW സോളറിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ താഴെയുള്ളത് നിയർലി 5% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്നൊക്കെ ഇന്ന് ഒരു ദിവസം കൊണ്ട് ഇത് ചേഞ്ച് ചെയ്ത് എത്ര 5%. ഇതിൽ മാത്രമാണ് ഒരു കൺസൾട്ടേഷൻ സംഭവിച്ചിട്ടുള്ളത്. ഏഷ്യാനെറ്റിൽ മാത്രമാണ് ഒരു കൺസൾട്ടേഷൻ സംഭവിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 5% ഉണ്ട്, ഇതിലൊരു 10% ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഇത്തരം പെർസെൻറ്റേജുകൾ എന്ന് പറയുന്നത് ഈ എല്ലാ സ്റ്റോക്കുകളുടെയും അപ്പർ സർക്യൂട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ അത്തരത്തിലുള്ള അപ്പർ സർക്യൂട്ട് അടിക്കുന്ന സ്റ്റോക്കുകളെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഇത് കണ്ടെത്താനും കുറച്ച് പാടാണ്. നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് നമ്മളിത് കണ്ടെത്താൻ. അപ്പോൾ ഇത്തരം സ്റ്റോക്കുകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാൻ എന്ത് ചെയ്യാം, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്താൽ മതി. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ലിങ്കിൽ ചെയ്യാതെ ഞാൻ സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത്തരം സ്റ്റോക്കുകൾ. ഓക്കെ, ഇനി ഞാൻ ഇത്തരം സ്റ്റോക്കുകളുടെ റിസ്ക് എലമെൻറ്റ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 63 മൂൺസ് എന്നുള്ള ഒരു സ്റ്റോക്ക് നമുക്ക് ആദ്യം എടുക്കാം. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഈ 63 മൂൺസ് എന്ന സ്റ്റോക്കിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ചാർട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു അപ്പർ സർക്യൂട്ട് അടിച്ച് പോകുന്നത് കാണാം. ഒരു സ്റ്റോക്കും സാധാരണ ഒരു ഗതിയിൽ ഇങ്ങനെ അപ്പർ സർക്യൂട്ട് അടിച്ച് പോകാറില്ല. ഇവിടെ ഒരു പമ്പിങ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കും. ഇവിടെ ഒരു പ്രൊമോട്ടർ അമിതമായിട്ട് സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തിനാണ് പ്രൊമോട്ടർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർക്ക് ഒരു റേഞ്ച് എത്തുന്ന സമയത്ത്, ഇതിപ്പോൾ നിയർലി 100% പമ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇത് ഡംപ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ എസ്കേപ്പ് ആവാം. അപ്പോൾ ഈ ഒരു റേഞ്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡംപിങ്ങിൽ കുടുങ്ങി പോയി കഴിഞ്ഞാൽ നമ്മളെ ക്യാപിറ്റൽ തന്നെ വാഷ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത്ര റിസ്ക് ഉണ്ട് ഇത്തരം സ്റ്റോക്കുകളിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത്. പക്ഷേ നമ്മൾ ബുദ്ധിപരമായിട്ട് ഇതിൽ എൻട്രി ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഹോൾഡിങ്സിലേക്ക് വരാം. ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു 21% ചെറിയ ക്യാപിറ്റലിലാണ് ഞാൻ ഇത്തരം റിട്ടേൺസ് എടുത്തിട്ടുള്ളത്. 21% റിട്ടേൺസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഡംപ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ആവുക എന്നുള്ളതാണ് നമ്മൾ കഴിവ്. ഇതിലും ബാക്കിയുള്ള എല്ലാ സ്റ്റോക്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ഈ നെറ്റിനൊരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചാർട്ട് കാണിക്കാത്തത്. ഞാൻ ഓരോന്ന് നോക്കട്ടെ. ഓക്കെ, വന്നിട്ടുണ്ട്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ നിന്ന് ഇങ്ങനെ പമ്പ് ചെയ്ത് വന്നു. ഇവിടെ ഒരു ചെറിയ ഡംപിങ് കണ്ടു. ഇവിടെ ഡംപിങ് കണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടുന്ന് ഒരുപാട് പൊസിഷൻ എടുത്ത ആളുകൾ, ഹോൾഡിങ്സ് എടുത്ത ആളുകളുണ്ടാവും. അതൊരു പക്ഷേ ഇവിടുന്ന് വിറ്റ് പോയിരിക്കാം. ഓക്കെ, ഇത് ഞാൻ പ്രതീക്ഷിക്കുന്ന വീണ്ടും ഒരു പമ്പിങ് ഇവിടെ തന്നെ ഉണ്ടാവും. അത് ഉറപ്പായിട്ടുണ്ടാവും. നിയർലി 100% പമ്പിങ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇത്തരം സ്റ്റോക്കുകൾ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് റിസ്ക്. നമ്മൾ ഡംപിങ്ങിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ തന്നെ വാഷ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം സ്റ്റോക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസൊക്കെ കിട്ടാവുന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ ഹോൾഡിങ്സിൽ നിയർലി 11,000 ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ 10% റിട്ടേൺ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റോക്കിൽ എല്ലാ ക്യാഷും കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം, 5-6 സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണം, ഒന്നിലെ ഡംപിങ്ങിൽ കുടുങ്ങിപ്പോയി കഴിഞ്ഞാലും മറ്റുള്ളതിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാവുന്നതാണ്. നിയർലി ഈ ഒരു പെർസെൻറ്റേജിൽ തന്നെ നമുക്ക് എത്തിപ്പെടാവുന്നതുമാണ്. മനസ്സിലായി? ഒന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡംപിങ്ങിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ ആ ഒരു ഓപ്പറേറ്ററിന് പറയുന്ന വിലക്ക് നമ്മളെ ഷെയർസ് കൊടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ നമ്മളെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ചെയ്തുള്ള ഒരു എമൗണ്ട് ആയിരിക്കും അത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബുദ്ധിപൂർവ്വം ഇത്തരം സ്റ്റോക്കുകൾ പേടിച്ച് മാറാതെ ഇത്തരം സ്റ്റോക്കുകളിൽ ചെറിയ എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു നിശ്ചയ പെർസെൻറ്റേജ് റിട്ടേൺസ് എടുത്ത് നമ്മൾ ആ ഓപ്പറേറ്ററിനെ പറ്റിച്ച് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യാം, ഒരു ലൈക്കൊക്കെ ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കിട്ടും. അപ്പോൾ ഉപകാരമായെന്ന് കരുതുന്നു. ഓക്കെ.